ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാ ഈ മീനാണ്. ഇത് നമ്മുടെ നാട്ടിലെ നന്ദൻ പോലെയൊക്കെ ഇരിക്കും, പക്ഷെ ദശക്കനം കൂടുതലുണ്ട് ഇതിന്. ഓക്കെ, ഞാനിത് നാട്ടിൽ കണ്ടിട്ടില്ല, ഇവിടെ വന്നതിന് ശേഷം. അപ്പം നമ്മൾ സാധാരണ മാങ്ങയിട്ട് വേളൂരിയോ അല്ലെങ്കിൽ കൊഴുവയൊക്കെ വെക്കില്ലേ, അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ അരപ്പുണ്ടാക്കി. കുറച്ച് തേങ്ങ, മഞ്ഞൾ, മുളക്, അത്രയാണ് അരച്ചെടുത്തേക്കണത്. ഇഞ്ചി, ഉള്ളി, പച്ചമുളക്, മാങ്ങ എല്ലാം കൂടി ഇട്ട് ആ ബോക്സിന് ഒരു ബോക്സ് തേങ്ങ, അതിൻ്റെ ഫുള്ള് എടുത്തിട്ടില്ല കേട്ടോ. അതിൽ നിന്ന് ഒരു പിടുത്തം മാറ്റിയിട്ട് ബാക്കിയുള്ളതേ എടുത്തിട്ടുള്ളൂ. അതും ഒരു 2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ചുമന്നുള്ളി ഉണ്ടായിരുന്നില്ല ഇവിടെ, സവാള ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില ഇത്രയിട്ട് ഈ അരപ്പും കൂടി ചേർത്ത് കൂട്ടിപ്പരട്ടി. ഇതിൽ ചുമന്നുള്ളി ചേർക്കുവാണ് കേട്ടോ സ്വാദ്. ചുമന്നുള്ളി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് സവാള എടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നിച്ച് ചേർത്ത് ആണ് വയ്ക്കുന്നത്. മാങ്ങയും കൂടി ഇട്ടിട്ട് ഒന്നിച്ച് ചേർത്താണ് വയ്ക്കുന്നത് കേട്ടോ. അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നമ്മൾ വയ്ക്കും. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, കാരണം ഈ മീനിന് ഒത്തിരി വേവില്ലാത്തതാണ്. ഇതുപോലത്തെ കറി ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്, പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ കഴിച്ചു നോക്കിയപ്പോൾ സാധാരണ നമ്മുടെ കൊഴുവയും മാങ്ങയും കൂടി വെക്കണ അതേ സ്വാദുണ്ടായിരുന്നു കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുവാണേ. അത് ഉപ്പിടുമ്പോൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അതിൽ നിന്ന് കമന്നിങ്ങ് വീഴും. അപ്പോൾ കറി തിളച്ച് കഴിയുമ്പോൾ കറി ഒന്ന് കുറുകി കഴിയുമ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അതിനകത്തേക്ക് കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് പച്ച വെളിച്ചെണ്ണ ഊറ്റി ഒഴിക്കേ. അത് വെളിച്ചെണ്ണ ഇരിക്കുന്നത് വലിയ കുപ്പിക്കകത്തായത് കാരണം എനിക്കത് ഊറ്റി ഒഴിക്കുമ്പോൾ ഭയങ്കര സ്ട്രെയിനാണ് ക്യാമറയും പിടിച്ചുകൊണ്ട് ചെയ്യാനായിട്ട്, ഒറ്റ കൈ കൊണ്ട് ചെയ്യാനായിട്ട്. കാരണം അതിനകത്ത് ഒരുപാടുണ്ട്, അതങ്ങ് കമന്ന് വീണ് പോകും. ഇപ്പോഴും നല്ലോണം വീണിട്ടുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. ഇത് ഇത്രയും വെള്ളം നമുക്കിപ്പോൾ തോന്നുമെങ്കിലും കുറുകും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാലുണ്ടല്ലോ, ഇതാ വലിയ കുപ്പിയിലായിരുന്നേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്.